നമുക്കെല്ലാം പ്രിയങ്കരനായ സൂപ്പർ സ്റ്റാർ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേയുള്ള അവസാന ചിത്രമെന്ന നിലയിൽ വലിയ പ്രചാരം നേടുന്ന ചിത്രമാണ് ജനനായകൻ. ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എൻ്റർടൈനറായി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിൽ അഭിനയിക്കാനായി വിജയ് വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാർത്തയാണ് സൈബർ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജനനായകനിൽ അദ്ദേഹം 275 കോടിയാണ് പ്രതിഫലം വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയുടെ ലാഭവിഹിതം ഉൾപ്പെടാതെ മുൻകൂറായി നൽകിയ പ്രതിഫലമാണിതെന്നാണ് റിപ്പോർട്ട്. വിജയുടെ മുൻ ചിത്രമായ ദി ഗോട്ടിൽ 200 കോടിയായിരുന്നു നടന്റെ പ്രതിഫലം. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ജനനായകന്റെ ആദ്യ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. വിജയുടെ പിറന്നാൾ പ്രമാണിച്ചായിരുന്നു ടീസർ പുറത്തിറക്കിയത്. ചിത്രത്തിൽ വിജയ് പോലീസ് ഓഫീസറായിട്ടാണ് എത്തുന്നതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. കയ്യിലൊരു വാളുമായി പോലീസ് വേഷത്തിൽ വില്ലന്മാരുടെ മുന്നിലേക്ക് നടന്നു വരുന്ന വിജയെയാണ് ടീസറിൽ നമുക്ക് കാണാനാകുന്നത്. ഒരു പക്കാ മാസ് പടമായിരിക്കും ജനനായകൻ എന്ന സൂചനയും ടീസർ നൽകുന്നുണ്ട്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ വിജയുടെ അവസാനത്തെ ചിത്രമായതിനാൽ വലിയ പ്രതീക്ഷകളോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നതും. സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള സ്റ്റില്ലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലുമാണ്. ബോബി ഡിയോൾ, പൂജ ഖഡ്ഗെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങിയ വമ്പൻ താരനിരയാണ് ജനനായകനിൽ അണിനിരക്കുന്നത്. 2026 ജനുവരി 9 ജനനായകൻ തിയേറ്ററുകളിൽ എത്തുന്നത്.